Hi all. So today what we are going to study is a new concept called structure. So structure പഠിക്കുന്നതിന് മുമ്പായിട്ട് I will go start with a small basic stuff, that is how we declare variables in a system. So normally previous lecturesൽ നമ്മൾ പഠിച്ചിരുന്നു മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ മൂന്ന് ഡേറ്റ ടൈപ്സ് ആണ് ഇൻറ്റ്, that is for integer, and char for character, and float for floating numbers. So നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. So if I want to store a integer number, ഒരു integer number എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി we will use a variable. Your name is variable name and you will declare it like that. And if I want to store a single alphabet or a character, you can go for a character variable. And if I want to store floating values, you can go for fc. ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ ഡിക്ലറേഷൻ ചെയ്യാറുണ്ട്. കൂടാതെ നമ്മൾ സ്ട്രിങ്സ് ആണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ we will use character arrays. Arrays എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 60 എന്ന് കൊടുത്താൽ മാക്സിമം 60 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേ ഡിക്ലെയർ ആവും. അതെല്ലാം നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കവർ ചെയ്തതായതുകൊണ്ട് അതിലൂടെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. ആൻഡ് വി നോ for integer it will take around 2 or 4 bytes based on the OS that you're doing, that is 4 bytes. And for character it is 1 byte, and the other one string also. For float it will be 4 bytes. സോ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റാസ് മെമ്മറിയിൽ സ്റ്റോർ ആകുമ്പോൾ എടുക്കുന്ന സൈസ് ഇത്രയുമാണ്. സോ ഇവിടെ ഐ എം ഗോയിങ് ടു ഗിവ് എ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ഇഫ് ഐ വാണ്ട് ടു റീഡ് ദി നെയിം ഓഫ് എ സ്റ്റുഡൻറ്റ്, ദാറ്റ് ഈസ് റീഡിങ് ദി നെയിം ഓഫ് എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നെയിം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ വേണം. സോ ഐ വിൽ ഡിക്ലെയർ ദ വേരിയബിൾ ലൈക്ക് നെയിം ഓഫ് 40 or 50 or 30, whatever it is, you can give the size, because 40 എന്ന് പറഞ്ഞാൽ മാക്സിമം 40 ആൽഫബറ്റ്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ നെയിം റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതേപോലെ ഞാൻ ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ഐ വാണ്ട് ടു റീഡ് ദി റോൾ നമ്പർ ഓഫ് എ സ്റ്റുഡൻറ്റ്. റോൾ നമ്പർ റീഡ് ചെയ്യാൻ പറഞ്ഞാൽ റോൾ നമ്പർ ഒരു ഇൻറ്റിജർ നമ്പർ ആയതുകൊണ്ട് ഇൻ റോൾ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യാറുണ്ട്. റൈറ്റ്. ഇനി അതിൽ കൂടുതലുള്ള ഡീറ്റെയിൽസ് ലൈക്ക് ഇഫ് ഐ വാണ്ട് ടു സ്റ്റോർ ദി മാർക്സ്, അതും നമ്മൾ ഫ്ലോട്ടിംഗ് വാല്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. യു ക്യാൻ ഡു അക്കോർഡിംഗ്ലി. സോ ഇതെല്ലാം നമ്മൾ സിംഗിൾ വാല്യൂസ് ആയിട്ടാണ് പറഞ്ഞത്. സിംഗിൾ വാല്യൂസ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു റോൾ നമ്പർ, ഒരു നെയിം വാങ്ങിക്കാൻ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നെയിം 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരു ക്യാരക്ടറിന് 40 ആണെങ്കിൽ 40 ബൈറ്റ്സ് ഇത് മെമ്മറിയിൽ റിസർവ് ചെയ്ത് വെക്കും. അതേപോലെ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് 4 ബൈറ്റ്സ് ആയിരിക്കാം. സോ 4 ബൈറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. സോ മൊത്തം 40 4 ബൈറ്റ്സ്. സോ ഇതെല്ലാം ഓൾറെഡി പ്രീ ഡിഫൈൻഡ് സൈസസ് ആണ് സ്പെസിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. സോ തിങ്ക് ഓഫ് എ സിനാരിയോ ലൈക്ക് ഐ വാണ്ട് ടു സ്റ്റോർ ദ ഡീറ്റെയിൽ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ, പ്രീവിയസ്ലി ഞാൻ പറഞ്ഞ സ്റ്റുഡൻറ്റ് ഒരു റോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു, അതിന് 4 ബൈറ്റ് മതി. ഒരു നെയിം സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു, നിങ്ങളിവിടെ കൊടുത്തേക്കുന്ന ഡിക്ലറേഷൻസ് 40 ബൈറ്റ് വരെ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാനൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റുഡൻറ്റ് ക്യാൻ ഹാവ് എ നെയിം, സ്റ്റുഡൻറ്റിന് ഒരു റോൾ നമ്പർ ഉണ്ടാകാം, സ്റ്റുഡൻറ്റിനൊരു ഒരു നാഷണാലിറ്റി ഉണ്ടാകും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം. സോ ഇവിടെ തൽക്കാലം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് നെയിമും റോൾ നമ്പറും ആണെങ്കിൽ ആ നെയിം സ്റ്റോർ ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടുത്തെ സിനാരിയോ വെച്ചിട്ടാണെങ്കിൽ മൊത്തം 44 ബൈറ്റുള്ളൊരു മെമ്മറി റിസർവ് ചെയ്ത് വെക്കണം. പക്ഷേ 44 ബൈറ്റ് റിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ ടൈപ്പ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ളത് ഇൻറ്റ് ക്യാരക്ടർ ഡേറ്റ ടൈപ്സ് ആണ്. പക്ഷേ അത് വെച്ച് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ഡേറ്റ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ പേര് ക്യാരക്ടർ ഡേറ്റ ടൈപ്പാണ്, റോൾ നമ്പർ ഫ്ലോട്ടിംഗ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. ഇപ്പം നമുക്ക് മാർക്സിൻ്റെ ആവറേജ് ആണെങ്കിൽ ഇറ്റ് ഗോസ് ടു ഫ്ലോട്ടിംഗ് ഡേറ്റ ടൈപ്പ്. സോ പല ഡേറ്റ ടൈപ്സ് ആണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റേണ്ടത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ നമുക്ക് വേണം. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ ഇവിടുത്തെ കേസിലാണെങ്കിൽ 44 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ കഴിവുള്ളൊരു വേരിയബിൾ നമുക്ക് വേണം. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട ഡേറ്റ ടൈപ്പും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് വെച്ചിട്ട് നമുക്കത് ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. സോ വാട്ട് വി ക്യാൻ ഗോ ഫോർ ഇസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, അതായത് ഒരു പർട്ടിക്കുലർ ഒരു മൾട്ടിപ്പിൾ ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിലുള്ള എലമെൻസിനെ എല്ലാം ഒരു സിംഗിൾ വേരിയബിളിനകത്ത് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ സിംഗിൾ ഡേറ്റ ടൈപ്പിന് കീഴിൽ കൊണ്ടുവരണമെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ സംതിങ് കോൾഡ് സ്ട്രക്ചർ. സോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ
ടൈപ്പ്, അതായത് ഈ ഡാറ്റ ടൈപ്പിൻ്റെ നെയിം ഡിസൈഡ് ചെയ്യുന്ന യൂസറാണ്, എത്ര സൈസ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും യൂസർ ആണ്. എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വാട്ട് വി വിൽ ഡു ഇസ് പല ഡാറ്റ ടൈപ്സ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാരക്ടർ, നെയിമും ഇൻഡി റോൾ നമ്പറും, ഇത് രണ്ടിനെയും കൂടി ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പിൻ്റെ കീഴിൽ നമ്മൾ കൊണ്ടുവരുന്നു. ആ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂസറാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള എലമെൻസിനെ ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന തേർഡിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന് ഡിസൈഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് റോൾ നമ്പർ. സോ ദിസ് ഇസ് ഹൗ സ്ട്രക്ചർ വർക്ക്. സ്ട്രക്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഡാറ്റ ടൈപ്സ് ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്ട്രക്ചർ മെത്തേഡ്. സോ സ്ട്രക്ചറിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ഇത്രയും ഡിലീറ്റ് ചെയ്യുകയാണ്. സ്ട്രക്ചറിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു പറഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ STR സ്ട്രക്ട് കീവേഡ് യൂസ് ചെയ്യുക, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നെയിം. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ഗോപു എന്നെങ്കിൽ ഗോപു എന്ന് പേര് കൊടുത്തിട്ട് ഈ ഒരു കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്യുക, ഈ കേളി ബ്രേസ് സ്റ്റോപ്പ് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒരു സെമിക്കോൺ ഇടാനും മറക്കരുത്. സോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ് ഹിയർ ഇസ്, ഇവിടെ ഗോപു എന്ന് പറയുന്ന സ്ട്രക്ട് ഗോപു എന്ന് പറയുന്ന പേരിൽ വി ആർ ക്രിയേറ്റിംഗ് എ ഡാറ്റ ടൈപ്പ്, അതായത് ഒരു ഡാറ്റ ടൈപ്പിൻ്റെ പേരായി മാറും. ഈ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ സൈസ് എന്തുവാന്ന് വെച്ചാൽ മൊത്തം 44 ബൈറ്റ് ആയിരിക്കും. അതിൽ 40 ബൈറ്റ്സ് ഓഫ് മെമ്മറി വിൽ ബി റിസർവ്ഡ് ഫോർ ദിസ് വേരിയബിൾ. ഈ വേരിയബിളിന് വേണ്ടി 40 ബൈറ്റ്സ് റിസർവ് ചെയ്യും, ഈ വേരിയബിളിന് വേണ്ടി 4 ബൈറ്റ്സ് റിസർവ് ചെയ്യും. മൊത്തത്തിൽ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്ന ഗോപു എന്ന് പറഞ്ഞ സ്ട്രക്ട് ഗോപു എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 44 ബൈറ്റ്സ് ആയിരിക്കും. സോ ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ, ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് റിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ റീഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് നെയിം വാങ്ങിക്കാം, റോൾ നമ്പറും വാങ്ങിക്കാം. സോ ദിസ് ഇസ് ഹൗ യു ആർ ഡിക്ലെയറിംഗ് ദി സ്ട്രക്ചർ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ഫ്ലോട്ട് മാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇതിൻ്റെ കൂടെ ഒരു 8 ബൈറ്റ്സും 4 ബൈറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ അലൊക്കേറ്റ് ചെയ്ത് മൊത്തം 48 ബൈറ്റ് ഈ ഡാറ്റ ടൈപ്പിൻ്റെ സൈസായിട്ട് റിസർവ് ചെയ്യും. സോ ഈ ഇതാണ് എൻ്റെ ഡാറ്റ ടൈപ്പ്. ദിസ് ഇസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇനി ഈ ഡാറ്റ ടൈപ്പ് വെച്ച് ഇഫ് ഐ എം ഗോയിങ് ടു ഗീവ് എ സ്റ്റുഡൻറ്റ് സ്ട്രക്ട് ഗോപു, ഇതാണ് എൻ്റെ ഡാറ്റ ടൈപ്പ് പേര്. ഈ ഡാറ്റ ടൈപ്പ് വെച്ച് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഡിക്ലെയർ ചെയ്ത വേരിയബിൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് റിസർവ് ചെയ്യുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 48 ബൈറ്റ്സ് ആയിരിക്കും. 48 ബൈറ്റ്സ് മെമ്മറിക്ക് ഉള്ള നെയിം കൊടുത്തേക്കുന്ന പേരാണ്, വേരിയബിളാണ് സ്റ്റുഡ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റുഡൻറ്റ് യൂസ് ചെയ്തായിരിക്കും, ഈ വേരിയബിൾ യൂസ് ചെയ്തായിരിക്കും ഇതിനകത്തുള്ള ഓരോന്നും ആക്സസ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പ്രോഗ്രാം വി വിൽ സ്റ്റഡി ഇൻ ദി നെക്സ്റ്റ് ലെക്ചർ. സോ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് വിച്ച് ഹെൽപ്സ് ടു കമ്പൈൻ, അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ബ്രിങ് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് അണ്ടർ എ സിംഗിൾ ഡാറ്റ ടൈപ്പ്. ഒരു സിംഗിൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൻ്റെ കീഴിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് കൊണ്ടുവരുന്നു. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ട് കൊടുക്കുക, യു ക്യാൻ ഗീവ് എ നെയിം, യു ക്യാൻ ഗീവ് എനി നെയിം, സ്ട്രക്ട് നെയിം കൊടുക്കുക. സ്ട്രക്ട് കൊടുക്കുന്ന ഇത് കീവേഡാണ്, സ്ട്രക്ട് കീവേഡ് യൂസ് ചെയ്യുക, അതിൻ്റെ കൂടെ നെയിം കൊടുക്കുക. ആൻഡ് ഇൻസൈഡ് ദാറ്റ് യു ആർ ഡിക്ലെയറിംഗ് ദി ഡീറ്റെയിൽ. സ്റ്റുഡൻസിൻ്റെ എന്താ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, ഇപ്പം ഞാനിവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയതുകൊണ്ട് ഇവിടെ പേര് ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുകയാണ്. സ്ട്രക്ട് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടത്, ആ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യേണ്ട വേരിയബിൾസ് നിങ്ങൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു സെമിക്കോളൻ ഇടാൻ മറക്കരുത്. സ്ട്രക്ട് സ്റ്റുഡൻറ്റിൻ്റെ കേളി ബ്രേസസ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടണം. ഇനി ഈ സ്ട്രക്ചറിനകത്തുള്ള ഡേറ്റാസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ വേണം, ആ വേരിയബിളാണ് സ്റ്റുഡ്. ഈ വേരിയബിളിൻ്റെ പേരാണ് സ്ട്രക്ചർ വേരിയബിൾ. സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. അതേപോലെ ഈ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ട്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആക്കി സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിൽ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. സോ ഈ വേരിയബിൾ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വേരിയബിൾ ഇല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. സോ ആദ്യം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഈ വേരിയബിൾ യൂസ് ചെയ്ത് നമ്മൾ ഈ നെയിം, റോൾ നമ്പർ എല്ലാം റീഡ് ചെയ്യും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വി വിൽ ഡു ദ പ്രോഗ്രാം ഇൻ ദി നെക്സ്റ്റ് ലെക്ചർ. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദി സ്ട്രക്ചർ. സോ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പ് യു ഷുഡ് നോ അബൌട്ട് അറേസ്, സ്ട്രിങ്സ്, then all the other previous lectures, data type-ൻ്റെ സൈസുകൾ ഇതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം സ്ട്രക്ചറിൻ്റെ വീഡിയോസ് കാണുക. So thank you. In the next lecture we will see how to do a structure program. Thank you.